കയ്യിൽ പൈസ ഇല്ല, ലിസ്റ്റ് എടുക്കും, അക്കൗണ്ടിനോട് ലിസ്റ്റ് എടുക്കുക, റെസീവബിൾ ലിസ്റ്റ് എടുക്കുക. ഏറ്റവും മുകളിൽ നിൽക്കുന്നവനെ വിളിച്ചോ. എന്നെ കാണിച്ചിട്ടാന്ന് അറിയണ്ട, എനിക്ക് ഈ മാസം അവസാനത്തേക്കും ഇത്ര പൈസ വേണം, അല്ലേ? നമ്മുടെ P&L സ്റ്റേറ്റ്മെന്റിനകത്ത് റവന്യൂ കൂട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റും വേണം, ക്യാഷ് ഫ്ലോയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. ഈ ബിസിനസ് ഓണേഴ്സിന് ഈ പൈസ ചോദിക്കാനുള്ള പേടി എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, കസ്റ്റമർ പോകുമോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനും ഒറ്റ മെച്ചമുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും പൈസ തന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനും മെച്ചം. അങ്ങനെയാണെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസുമാണ്. അന്നേരം അവിടെ ഇതല്ല, അവിടെ ഞാൻ ഇതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നല്ലതായിട്ടും നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾക്ക് പേയ്മെന്റ് സമയത്ത് തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാനുള്ളതാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന് നമ്മൾ എന്തുവാണ്? നമ്മളൊരു ധനകാര്യ സ്ഥാപനം മാതിരിയാണ്, പലിശ ഇല്ലാത്തൊരു ധനകാര്യ സ്ഥാപനം. അവൻ വേറെ എവിടെയെങ്കിലും ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 12% റിട്ടേൺസ്, 12% ഇൻട്രസ്റ്റ് കൊടുക്കണമായിരിക്കും. എന്റെ സ്ഥലത്ത് നിന്ന് സർവീസ് മേടിച്ചാലോ സ്റ്റോക്ക് എടുത്താലോ എനിക്ക് എപ്പോഴേലും പൈസ തന്നാൽ മതി. അന്നേരം അങ്ങനെ എപ്പോഴേലും പൈസ തന്നാൽ മതി എന്നുള്ളൊരു കാർപ്പറ്റാണ് നമ്മളെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അതായത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് റിസീവബിൾസ് ബെറ്റർ ആക്കാൻ നമ്മൾ ചെയ്യുന്നത്. എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോളോ അപ്പ്? നിങ്ങളുടെ ബിസിനസ്സിൽ ആരാ ഈ റിസീവബിൾസ് ഫോളോ അപ്പ് ചെയ്യുന്ന ആരാ? അക്കൗണ്ടന്റ്. പിന്നെ നിങ്ങൾ തന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ടോ? സ്വയം ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ആക്ച്വലി മെജോറിറ്റി അതാ അല്ലേ, നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സി, നമ്മുടെ ഫോളോ അപ്പ് കൺസിസ്റ്റന്റ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഒന്ന്, ഡെവലപ്പ് എ സിസ്റ്റം ഫോർ ഫോളോ അപ്പ്. നമ്മൾ എപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്യാറ്? ടൈറ്റ് ആകുമ്പോ, അല്ലേ? കയ്യിൽ പൈസ ഇല്ല, ലിസ്റ്റ് എടുക്കും, അക്കൗണ്ടിനോട് ലിസ്റ്റ് എടുക്കുക, റെസീവബിൾ ലിസ്റ്റ് എടുക്കുക. ഏറ്റവും മുകളിൽ നിൽക്കുന്നവനെ വിളിച്ചോ. എന്നെ കാണിച്ചിട്ടാന്ന് അറിയണ്ട, എനിക്ക് ഈ മാസം അവസാനത്തേക്കും ഇത്ര പൈസ വേണം, അല്ലേ? നമ്മൾ പാനിക് മോഡിൽ. നിങ്ങളുടെ ഈ പാനിക് ആർക്കും അറിയാം, അവനും അറിയാം, അല്ലേ? പാനിക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ പോകുന്നില്ല, പൈസ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഫോളോ അപ്പിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ആസ് ഓഫ് നോ ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഫിനാൻഷ്യൽ പൊസിഷൻ യുവർ ഫോളോ അപ്പ് മസ്റ്റ് ഗോ ഓൺ കൺസിസ്റ്റന്റ്ലി. നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പം ഓക്കെ, ഞാൻ ഇൻവോയ്സ് അയച്ചു, ഈ ഇൻവോയ്സ് കൃത്യസമയത്ത് അയക്കാത്ത ആൾക്കാരുണ്ടോ ഇവിടെ? അതുകൊണ്ടോ? വർക്ക് ചെയ്തു, ഇൻവോയ്സ് അവർ ചോദിക്കും, സാറേ തരാം, ഇൻവോയ്സ് തരാം, സാറേ നാളെ തരാം, മറ്റന്നാൾ തരാം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? ഇല്ല. ഇൻവോയ്സ് ഓക്കെ, ആ കാര്യത്തിൽ ഡീസന്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല, ആ കാര്യത്തിൽ ഡീസന്റ് ആണ്. ഫസ്റ്റ് സാധനം അതാണ്, ഇൻവോയ്സ് കറക്റ്റ് സമയത്ത് പോകാന്നുള്ളതാണ്. മറ്റേന്തുവാണ്? ഓക്കെ, സാറേ വർക്ക് സാറേ ഇൻവോയ്സ് നാളെ തരാം, മറ്റന്നാൾ തരാം. അന്നേരം അവനെന്ത് മനസ്സിലാവും? ഓക്കെ, ഇവന് പൈസ കിട്ടില്ല, അത്യാവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഉണ്ടായിരുന്ന ഇവന് ഇൻവോയ്സ് നേരത്തെ തന്നെ അവിടെ പോയി. അന്നേരം ആദ്യത്തെ സാധനം എന്തുവാണ്? ഇൻവോയ്സ് കറക്റ്റ് സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ് സമയത്ത് റിയൽ ടൈമിൽ ഓൺ ടൈമിൽ നിങ്ങളുടെ ബില്ല് പോകുക എന്നുള്ളതാണ്. 2, ബില്ല് പോയോടെ പറ്റിയാൽ 2-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം ജസ്റ്റ് ഒന്ന് വിളിക്കുക, സാറേ ഇൻവോയ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയായിരുന്നല്ലോ അല്ലേ? കിട്ടിയായിരുന്നല്ലോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട് അല്ല വിളിച്ചത്, പൈസ തരുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ തൽക്കാലം എന്ത് വേണ്ട, ബില്ല് കിട്ടിയായിരുന്നല്ലോ അല്ലേ? ഓക്കെ, ഫസ്റ്റ് കോള് അതാ പോവുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? നമുക്കൊരു നമ്മുടെ ക്രെഡിറ്റ് പോളിസി എങ്ങനെയാണ്? ഇപ്പൊ ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ രീതിയിലായിരിക്കും. മേ ബി ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും 30 days. 30 days കഴിഞ്ഞിട്ടല്ല, 30 daysന് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ, സാറേ നമ്മുടെ ക്രെഡിറ്റ് നമ്മൾ കഴിയാനായി, ഒന്ന് പേയ്മെന്റ് ഇട്ടേക്കണേ, ജസ്റ്റ് ഒരു ഫോളോ അപ്പ് കോൾ പോകും. അത് കഴിഞ്ഞിട്ടുള്ള കോളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക? ഓക്കെ സാറേ എന്ന് പേയ്മെന്റ് ഇടും, അവരുടെ അടുത്തൊരു കൺഫർമേഷൻ, അവരുടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് മേടിക്കുക. സാറേ നമുക്ക് എന്നത്തേക്ക് പേയ്മെന്റ് ഇടാൻ പറ്റും, ഒരു കമ്മിറ്റ്മെന്റ് മേടിക്കുക. ഈ പ്രോസസ് എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലയന്റ് റിലേഷൻഷിപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാം. അത് ക്ലയന്റ് എന്റെ മച്ചാണെന്ന് പറഞ്ഞുകൊണ്ടോ എന്റെ പണ്ടോട്ടേ ഉള്ള ക്ലയന്റ് ആണെന്നുള്ളതുകൊണ്ടോ ഇതിനകത്ത് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇതിനകത്ത് ഡൈല്യൂഷൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ക്ലയന്റ് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? ഒരു മോശമില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നമ്മളെല്ലാവരും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സിം കണക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജിയോന്റെ ആണെങ്കിലും എയർടെലിന്റെ ഒക്കെ ആണെങ്കിലും നമ്മുടെ എമൗണ്ട് തീരാനാകുമ്പോഴത്തേക്കും എന്ത് വരും? മെസ്സേജ് വരും, ഒരു കോള് വരും, 2ാമത്തെ കോള് വരും, പിന്നെ ദിവസം 5 കോളുകൾ വരും, ഇല്ലേ? റീചാർജ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും റീചാർജ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോളുകളും റിപ്പീറ്റഡ് ആയിട്ടുള്ള റിമൈൻഡറുകളും നിങ്ങൾക്ക് വരാറില്ലേ? അല്ലെ? കോടിക്കണക്കിന് ടേണോവറുള്ള ജിയോയ്ക്ക് നിങ്ങളുടെ 500 രൂപ ചോദിക്കാൻ നാണോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ 1 കോടിയും 2 കോടിയും ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷങ്ങളും 10,000ങ്ങളും ചോദിക്കാൻ നാണം വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊരു അക്സെപ്റ്റഡ് ബിസിനസ് പ്രാക്ടീസ് ആണെന്നുള്ള മനസ്സിലാക്കുക.
നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. നമ്മൾ വിളിക്കേണ്ട, സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിക്കുക. സ്റ്റാഫ് കൺസിസ്റ്റന്റ് ആയിട്ട് വിളിക്കുക. അത് നമ്മുടെ ബിസിനസിന്റെ സിസ്റ്റത്തിന്റെ, നമ്മുടെ ബിസിനസിന്റെ പ്രോസസ്സിന്റെ ഭാഗമാണെന്നുള്ള അംഗീകരിക്കുക. ആ ഒരു പ്രോസസ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് പോവാം.